Hi guys, welcome back to Success Academy's YouTube channel. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊളിറ്റിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പൊളിറ്റിയുടെ വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. നമുക്ക് പൊളിറ്റിയിൽ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് ഏരിയാസ് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾസ്, അമെൻമെൻറ്റ്സ്, ഷെഡ്യൂൾസ്, ഇതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ. ബാക്കി ഏരിയാസൊന്നും ചോദിക്കില്ല എന്നല്ല, കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസാണ് ആർട്ടിക്കിൾസ് ഒക്കെ. നമ്മൾ ഈ പാർട്ടിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആർട്ടിക്കിൾസിലോട്ടാണ്. ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പാർട്ടിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വളരെയധികം അല്ലെങ്കിൽ ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസിനെ കുറിച്ച് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്യൂറിങ് എമർജൻസി വിച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കനോട്ട് ബി സസ്പെൻഡഡ്? എമർജൻസി സമയത്ത് സസ്പെൻഡ് ചെയ്യാത്ത രണ്ട് ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ രണ്ട് റൈറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 20ഉം ആർട്ടിക്കിൾ 21ഉം ആണ്. ആർട്ടിക്കിൾ 20ഉം 21ഉം എന്ത് ചെയ്യില്ല? നമ്മുടെ നാട്ടിൽ എമർജൻസി ആണെങ്കിലും സസ്പെൻഡ് ചെയ്യില്ല. ആർട്ടിക്കിൾ 21 നിങ്ങൾക്ക് അറിയാം, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 21 എന്താണ്? റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഒരുപാട് തവണ ചോദിക്കാറുണ്ട്. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണ് എന്ത്? ആർട്ടിക്കിൾ 21. അപ്പോൾ രണ്ടും സസ്പെൻഡ് ചെയ്യാത്ത രണ്ട് ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? 20ഉം 21ഉം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. In the Indian Constitution, the abolition of untouchability provision is mentioned in. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്: അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത്? അല്ലേ, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി നമുക്കറിയാം, അത് ഏത് ആർട്ടിക്കിളിലാണ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾ 17ലാണ് വരുന്നത്. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി വരുന്ന ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 17ലാണ് വരുന്നത്. And our next question is: which article of the Indian Constitution deals with the protection of life and personal liberty? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫും പേഴ്സണൽ ലിബർട്ടിയും ഏത് ആർട്ടിക്കിളിൻ്റെ അണ്ടറിലാണ് വരുന്നത്? ആർട്ടിക്കിൾ 21ൻ്റെ അണ്ടറിലാണ് വരുന്നത്. ആർട്ടിക്കിൾ 21ൻ്റെ അണ്ടറിൽ വരുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമാണ്. And our next question is: which article of the Constitution of India talks about superintendence, direction and control of election? അതായത് ഇലക്ഷൻ്റെ ഡയറക്ഷൻസ്, ഇലക്ഷൻ്റെ കൺട്രോള്, ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഇതിലായാലും അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് വരുന്ന ആർട്ടിക്കിൾ ഏതാണ്? അതായത് ശ്രദ്ധിക്കുക, ഇലക്ഷൻ്റെ കൺട്രോള്, ഇലക്ഷൻ്റെ ഡയറക്ഷൻ, ഇലക്ഷനെ ഹെഡ് ചെയ്യുന്നത് സൂപ്രണ്ടൻസ്, ഇതൊക്കെ വരുന്നത് ഏത് ആർട്ടിക്കിളിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ആർട്ടിക്കിളിലായിരിക്കും? ആർട്ടിക്കിൾ 324ലായിരിക്കും അല്ലേ? ആർട്ടിക്കിൾ 324ലാണ്, 324ലാണ് എന്ത് വരുന്നത്? ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കൺട്രോളും ഡയറക്ഷൻസും ഒക്കെ വരുന്നത് ആർട്ടിക്കിൾ 324ലാണ്, 324ലാണ്. ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. നെക്സ്റ്റ് വൺ ഇസ്: the last article of the Constitution of India has been given the number dash. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനത്തെ ആർട്ടിക്കിൾ ഏതാണ് അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ആൻസർ എന്താണ്? 395 ആണ്. അപ്പോൾ എത്ര ആർട്ടിക്കിൾ ഉണ്ട്? 395 ആർട്ടിക്കിൾ ഉണ്ട്. എത്ര ഷെഡ്യൂളുകളുണ്ട്? 12 ഷെഡ്യൂളുകളുണ്ട്. എത്ര പാർട്ടുകളുണ്ട്? 22 പാർട്ടുകളുണ്ട്. 22 പാർട്ടുണ്ട്, 12 ഷെഡ്യൂളുണ്ട്, 12 ഷെഡ്യൂളുണ്ട്, 22 പാർട്ടുണ്ട്, 395 എന്തുണ്ട്? ആർട്ടിക്കിളുകളുണ്ട്. And our next question is: constitutional requirements to present the annual financial statement before Parliament is given in Article dash of the Constitution of India. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ അല്ലെങ്കിൽ നമ്മുടെ പാർലമെൻറ്റിൽ നമ്മൾ എന്ത് പാസ് ചെയ്യും? ഫിനാൻഷ്യൽ ബില്ലുകൾ പാസ് ചെയ്യും അല്ലേ? അതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ എന്തിലുണ്ട്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലുണ്ട്. അപ്പോൾ ആ ബില്ലുകൾ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത്? 112 അല്ലേ? 112 ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ വരുന്ന ആർട്ടിക്കിൾ ഏതാണ്? 112 ആണ്, 112 ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: the article of the Constitution of India sets out the different fundamental duties for Indian citizens. നമുക്കറിയാം,
നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉള്ള പോലെ തന്നെ എന്തുണ്ട്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ഉണ്ട് അല്ലേ. റൈറ്റ്സ് ഉള്ള പോലെ തന്നെ എന്തുണ്ട്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ഉണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് സംസാരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്, ആർട്ടിക്കിൾ 51A ആണ്. നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്, ആർട്ടിക്കിൾ 51A ആണ്. നമ്മൾ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തത്, ഏത് രാജ്യത്തിൽ നിന്നാണ് ബോറോ ചെയ്തത്, നിങ്ങൾക്കറിയോ? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ ഏത് രാജ്യത്തിൽ നിന്നാണ് ബോറോ ചെയ്തത്, റഷ്യയിൽ നിന്നായിരുന്നു. റഷ്യയിൽ നിന്ന് ബോറോ ചെയ്തതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് സംസാരിക്കുന്നത് ആർട്ടിക്കിൾ 51A. Now next question is Article 76 of the Constitution, Indian Constitution deals with dash. നമ്മുടെ ആർട്ടിക്കിൾ 76 എന്തുമായി റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നത് എന്തുമായിട്ടാണ്? ആർട്ടിക്കിൾ 76 അറ്റോർണറി ജനറൽ ഓഫ് ഇന്ത്യ. അറ്റോർണറി ജനറൽ ഓഫ് ഇന്ത്യയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ഏത്, ആർട്ടിക്കിൾ 76. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിക്കാറുണ്ട്. ആർട്ടിക്കിൾ 76 ഏതാണ്, അറ്റോർണറി ജനറൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ അറ്റോർണറി ജനറലിനെ കുറിച്ച് സംസാരിക്കുന്ന ആർട്ടിക്കിളാണ് എന്ത്, ആർട്ടിക്കിൾ 76. And our next question is which article of the Constitution of India mandates the position of a Vice President of India? നമ്മുടെ വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റിന്റെ പൊസിഷൻ ഉണ്ട്. ഇന്ത്യ മാൻഡേറ്റ്സ് ദ പൊസിഷൻ ഓഫ് എ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്, 63. അപ്പോൾ നമ്മുടെ വൈസ് പ്രസിഡന്റിനെ കുറിച്ച് സംസാരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്, 63 ആണ്. And next question is which article of the Indian Constitution provides protection against arrest and detention in certain cases? അതായത് അറസ്റ്റിൽ നിന്നൊക്കെയുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് ഏത് ആർട്ടിക്കിളുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്, ആർട്ടിക്കിൾ 22. അപ്പോൾ ആർട്ടിക്കിൾ 22 ഏതാണ്, പ്രൊട്ടക്ഷൻ against arrest and detention in certain cases. Protection against arrest and detention in certain cases വരുന്നതാണ് ആർട്ടിക്കിൾ 22. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. How many schedules are there in the Indian Constitution? നിങ്ങൾക്ക് റിവിഷൻ ക്വസ്റ്റ്യൻ ആണ്. എത്ര ഷെഡ്യൂളുകളുണ്ട് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്നാണ് ക്വസ്റ്റ്യൻ. എല്ലാവരും കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.